ഹായ് ഹലോ നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഒരു വിമാനത്തെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു എയർ ഇന്ത്യയുടെ ഒരു വിമാനം പറന്നുപോയത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലെ? മുംബൈ വിമാനത്താവളത്തിൽ നിന്നും ഏപ്രിൽ 22-ാം തീയതി ആ വിമാനം പറന്നുയർന്നപ്പോൾ അത് ഒരുപാട് പേര് സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് ആകെ വികാര നിർഭരമായിട്ട് നിന്ന കുറച്ചു കുറച്ചു മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ടു. അതെന്തായിരുന്നു അതിന് കാരണം എന്ന് നമുക്ക് നോക്കാം. അതായത് ഈ വിമാനം എന്ന് പറയുന്നത് ബോയിങ് 747 സീരീസിലുള്ള ഒരു വിമാനമാണ്. ഈ വിമാനം എയർ ഇന്ത്യ 1971 സ്വന്തമാക്കുന്നത്. 1970 മാനുഫാക്ചറിങ് കഴിഞ്ഞ ഈ ഒരു വിമാനം 71 മറ്റൊരു വിമാന കമ്പനിയിൽ നിന്നാണ് എയർ ഇന്ത്യ ഇത് സ്വന്തമാക്കുന്നത്. അന്ന് പേര് എയർ ഇന്ത്യ എന്നൊന്നുമല്ല, അന്ന് ഇന്ത്യൻ എയർലൈൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ 53 വർഷം ഈ വിമാനം എയർ ഇന്ത്യക്ക് വേണ്ടി പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യയിലെ മികച്ച, അതായത് ഒട്ടുമിക്ക VIP-കളും സഞ്ചരിച്ച വിമാനം ഇതായിരുന്നു. അതായത് ജംബോ ജെറ്റ് വിമാനം എന്ന് നമുക്ക് പറയാം. അതെ, ഒരു ജംബോ വിമാനമാണ്, ഡബിൾ ടക്കർ ആണ് എന്നൊക്കെ നമുക്ക് പറയാം. ബോയിങ്ങിന്റെ ഡബിൾ ടക്കർ വിമാനങ്ങളിൽപ്പെട്ട ഒരു വിമാനമായിരുന്നു. ഇതിന് മുന്നേയും 747 ഉണ്ടായിരുന്നെങ്കിലും അവസാന വിമാനമാണ് ഈ കഴിഞ്ഞ 22-ാം തീയതി എയർ ഇന്ത്യ സ്ക്രാപ്പിന് വേണ്ടി കൊടുത്തത്. അത് നേരെ US പോയിരിക്കുകയാണ് ഇനി പൊളിക്കാനായിട്ട്. ഈ എയർ ഇന്ത്യ വിമാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ എയർ ഇന്ത്യ വിമാനത്തിനുള്ള ഒരു ചരിത്രം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റിൽ കാണപ്പെടുന്ന എയർലൈൻസിനെക്കാളും ഒക്കെ നേരത്തെയുള്ള ഒരു ചരിത്രം തന്നെ എയർ ഇന്ത്യക്കുണ്ട്. കാരണം എയർ ഇന്ത്യ ആദ്യം ഇന്ത്യൻ എയർലൈൻസ് എന്ന് പറഞ്ഞിട്ട് 1932 സ്റ്റാർട്ട് ചെയ്യുന്നത്. JRD ടാറ്റ ആയിരുന്നു അതിന്റെ ഓണർ എന്ന് പറയുന്നത്. പിന്നീട് ഭാവിയിൽ അത് കുറെ കാലം ഇങ്ങനെ പോയി ഈ ഇന്ത്യൻ ഗവൺമെന്റ് ഏറ്റെടുക്കുകയും അത് ഇന്ത്യയുടെ നാഷണൽ എയർവേസ് ആയിട്ട് മാറുകയും ചെയ്തു. പിന്നീട് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടാണ് ഇപ്പോ വീണ്ടും ടാറ്റ ഏറ്റെടുത്തിരിക്കുന്നതും എയർ ഇന്ത്യയുടെ വിപുലമായിട്ടുള്ള എൻലാർജ്മെന്റ് നടക്കാൻ പോകുന്നത്. ഈ എയർ ഇന്ത്യ വിമാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ എയർ ഇന്ത്യ വിമാനത്തിനുള്ള ഒരു ചരിത്രം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റിൽ കാണപ്പെടുന്ന എയർലൈൻസിനെക്കാളും ഒക്കെ നേരത്തെയുള്ള ഒരു ചരിത്രം തന്നെ എയർ ഇന്ത്യക്കുണ്ട്. കാരണം എയർ ഇന്ത്യ ആദ്യം ഇന്ത്യൻ എയർലൈൻസ് എന്ന് പറഞ്ഞിട്ട് 1932 സ്റ്റാർട്ട് ചെയ്യുന്നത്. JRD ടാറ്റ ആയിരുന്നു അതിന്റെ ഓണർ എന്ന് പറയുന്നത്. പിന്നീട് ഭാവിയിൽ അത് കുറെ കാലം ഇങ്ങനെ പോയി ഈ ഇന്ത്യൻ ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ഈ എയർ ഇന്ത്യ വിമാനങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും എല്ലാം സഹിച്ച് കടക്കെണിയിലായി ആകെ ആരേറ്റെടുക്കുമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് വീണ്ടും ടാറ്റ വരുന്നതും അവരുടെ എൻലാർജ്മെന്റ് നടത്തുന്നതും എല്ലാം കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ നവംബറിൽ കണ്ടതാണ്. അതായത് ഡിസംബർ മുതൽ ഇതിന്റെ ലോഗോയും മാറുന്നുണ്ട്. അല്ലെ? എയർ ഇന്ത്യ വിമാനങ്ങളുടെ ലോഗോ മാറുന്നുണ്ട്, അതുപോലെ തന്നെ അതിന്റെ പാറ്റേൺ മാറുന്നുണ്ട്. പഴയ ഒരു രീതിയൊക്കെ മാറി പുതിയൊരു രീതിയിലേക്ക് പോവുകയാണ്. ഈ എയർ ഇന്ത്യ വിമാനങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും എല്ലാം സഹിച്ച് കടക്കെണിയിലായി ആകെ ആരേറ്റെടുക്കുമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് വീണ്ടും ടാറ്റ വരുന്നതും അവരുടെ എൻലാർജ്മെന്റ് നടത്തുന്നതും എല്ലാം കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ നവംബറിൽ കണ്ടതാണ്. അതായത് ഡിസംബർ മുതൽ ഇതിന്റെ ലോഗോയും മാറുന്നുണ്ട്. അല്ലെ? എയർ ഇന്ത്യ വിമാനങ്ങളുടെ ലോഗോ മാറുന്നുണ്ട്, അതുപോലെ തന്നെ അതിന്റെ പാറ്റേൺ മാറുന്നുണ്ട്. പഴയ ഒരു രീതിയൊക്കെ മാറി പുതിയൊരു രീതിയിലേക്ക് പോവുകയാണ്. ഈ എയർ ഇന്ത്യ വിമാനങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും എല്ലാം സഹിച്ച് കടക്കെണിയിലായി ആകെ ഇന്ത്യയിലെ ഏറ്റവും കണ്ണിങ് ആയിട്ടുള്ള ബിസിനസ്മാൻ ആണ് ടാറ്റ. ആ കമ്പനി എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ കൾച്ചർ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ടാറ്റയുടെ വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് അവർ ഓർഗനൈസേഷനും അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസിനെയും ട്രീറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അവരുടെ ഓരോരോ പ്രോഡക്റ്റും അവർ മാർക്കറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നതെന്നും എല്ലാം ഒരു സ്ട്രെയിറ്റ് വേയിലാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അവരുടെ കൈവിട്ടു പോയ ഇന്ത്യൻ എയർലൈൻസിനെ എയർ ഇന്ത്യയാക്കി തിരിച്ചെടുത്തത്. അതിന്റെ ആ ഒരു എൻലാർജ്മെന്റ് നമ്മളിപ്പോ കാണുന്നത്, നമ്മളിപ്പോ ഒരു വിപുലീകരണം കാണുന്നതെന്ന് വെച്ചാൽ 470 പുതിയ വിമാനങ്ങളാണ് എയർ ഇന്ത്യ പുതിയതായി ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കണ്ണിങ് ആയിട്ടുള്ള ബിസിനസ്മാൻ ആണ് ടാറ്റ. ആ കമ്പനി എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ കൾച്ചർ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ടാറ്റയുടെ വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് അവർ ഓർഗനൈസേഷനും അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസിനെയും ട്രീറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അവരുടെ ഓരോരോ പ്രോഡക്റ്റും അവർ മാർക്കറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നതെന്നും എല്ലാം ഒരു സ്ട്രെയിറ്റ് വേ. നമ്മളെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയാണ് എമിറേറ്റ്സ് എയർവേസ്. അതുപോലെ തന്നെ ടോപ്പ് 10 ലോകോത്തര വിമാന കമ്പനികൾ എടുക്കുമ്പോൾ അതിൽ ലക്ഷറിയസ് ആയിട്ടുള്ള
ടോപ്പ് 10 വരുന്ന 2 വിമാനങ്ങളാണ്, ഒന്ന് എമിറേറ്റ്സും ഒന്ന് ഖത്തർ എയർവേസും. അതിൽ എമിറേറ്റ്സിന്റെ ടോട്ടൽ വിമാനങ്ങളുടെ കൗണ്ട് എന്ന് പറയുന്നത് 261 ആസ് പെർ മാർച്ച് 31st 2024. അതുപോലെ തന്നെ ഖത്തർ എയർവേസിന് 229 വിമാനങ്ങളേ ഉള്ളൂ. അതുപോലെ ഇത്തിഹാദിലേക്ക് പോവുകയാണെങ്കിൽ 89 വിമാനങ്ങളും എയർ അറേബ്യയിലേക്ക് പോകുമ്പോൾ 71 വിമാനങ്ങളുമാണ് അവർക്കുള്ളത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ എയർ ഇന്ത്യക്ക് ഇപ്പോൾ ടോട്ടൽ 128 വിമാനങ്ങൾ അവരുടെ കൈവശമുണ്ട്. അതുപോലെ തന്നെ അറൌണ്ട് 470 വിമാനങ്ങൾ അവർ പുതിയതായിട്ട് ഓർഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു വലിയ രാജ്യത്തിന്റെ ഈ രാജ്യത്തിൽ നിന്നും എങ്ങനെ ഈ രാജ്യത്തിനെ എങ്ങനെ ഒരു ഹബ്ബാക്കി മാറ്റാം എന്നുള്ളത് വളരെ മികച്ച രീതിയിൽ ഇവർ ഫോർകാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒന്നും നോക്കാതെ ഇവർ ചെയ്യുന്നതല്ല, എല്ലാം ഫോർകാസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ 470 പുതിയ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നത്. മാത്രമല്ല നമുക്കറിയാം, ദീർഘദൂര യാത്രകൾ, അതായത് US, UK പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന വിമാനങ്ങൾ മിക്കവാറും എല്ലാവരും ചൂസ് ചെയ്യുന്നത് ദുബായിൽ വന്ന് പോകാനോ അല്ലെങ്കിൽ അബുദാബിയിൽ വന്നിട്ട് പോകാനൊക്കെ ആയിരിക്കും. പക്ഷേ അങ്ങനെ ഒരു ഹബ്ബ് ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പാസഞ്ചേഴ്സിന്റെ എണ്ണം കൂടും, അതുപോലെ തന്നെ അവരുടെ ടൂറിസം വളരും, അതുപോലെ തന്നെ എല്ലാം വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇന്ത്യയിൽ പാസഞ്ചേഴ്സ് ട്രാവൽ ചെയ്യുന്നവർക്ക് ഒരുപാട് റേറ്റും കുറവായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, അല്ലെ? ഇറങ്ങി കയറി പോകണ്ട, ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോകാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മാർക്കറ്റ് സ്ട്രാറ്റജി, നല്ലൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയതിനു ശേഷം അവരിത് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി വരും കാലങ്ങളിൽ എയർ ഇന്ത്യ എന്ന് പറയുന്നത് ലോകോത്തര വിമാന കമ്പനികളുമായി നല്ലതുപോലെ കിടപിടിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു തന്ത്രവുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഫുൾ കോമ്പറ്റീഷൻ ആയിരിക്കും ഇനി അങ്ങോട്ട് ഈ ഫീൽഡിൽ വരാൻ പോകുന്നത്. നമ്മളിപ്പോൾ UAE നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എയർ ഇന്ത്യ എക്സ്പ്രസിലേക്ക് കയറാനായിട്ട് ചെറുതായിട്ടൊരു ഭയമൊക്കെ ഉണ്ടാകും. ഇടയ്ക്ക് വെച്ച് വിമാനത്തിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ശബ്ദം കേട്ട അയ്യോ എല്ലാം തകർന്നെന്ന് വിചാരിച്ചിട്ട് ആകെ മാനസികമായിട്ട് തകരാറുണ്ട്, അല്ലേ? അപ്പോൾ ആ ഒരു പേരൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എയർ ഇന്ത്യ വന്നിരിക്കുന്നത്. പുതിയ വിമാനങ്ങളുമായിട്ട് പാസഞ്ചർ സേഫ്റ്റി മുൻനിർത്തി കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റി, നല്ല സീറ്റിംഗ് കപ്പാസിറ്റി, ലെഗ് സ്പേസ് കൂട്ടി, അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഒരുപാട് ഡ്രോബാക്സ് പഴയ എയർ ഇന്ത്യ വിമാനങ്ങളിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ജംബോ ജെറ്റ് തന്നെ, അത് 747 തന്നെ പോകുമ്പോൾ അത് 50 വർഷത്തിൽ കൂടുതൽ സർവീസ് നടത്തിയിട്ടാണ് പോയിരിക്കുന്നത്, അല്ലെ? അപ്പോൾ ഇത്രയും കാലപ്പഴക്കം ചെന്ന വിമാനങ്ങളൊക്കെ സർവീസ് നടത്തിയിരുന്നു. അവിടെ പാസഞ്ചർ സേഫ്റ്റി ഒക്കെ വളരെ പരിമിതമായിരുന്നു. പക്ഷേ ഇനി മുന്നോട്ട് വരുന്ന ഇനി വരുന്ന എയർ ഇന്ത്യ വിമാനങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ സേഫ് ആയിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്. മാത്രമല്ല കോസ്റ്റ് സേവ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഓരോ പ്രവാസിക്കും ഇതിലൂടെ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത്, അല്ലെ? അതെന്ന് വെച്ചാൽ ഒരു മോണോപോളി ആയിട്ട് ഇവര് വാഴുന്ന സ്ഥലത്ത് നമുക്ക് വീണ്ടും കോമ്പറ്റീഷൻ ഉണ്ടാകുന്ന സമയത്തായിരിക്കും നമുക്ക് ഡിസ്കൗണ്ട് കൂടുതൽ കിട്ടാനും കൂടുതൽ ഓഫർ കിട്ടാനും ഉള്ള ചാൻസസ് കൂടുതൽ. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു 470 വിമാനങ്ങൾ വരുന്നതോട് കൂടി ഈ മാർക്കറ്റിൽ നമുക്ക് വളരെ എന്നുവെച്ചാല് നമ്മളെപ്പോലുള്ള പ്രവാസികൾക്കും അതുപോലെ തന്നെ ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാല് പഴയ പോലെയല്ല, ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് വിദേശത്ത് പോയി പഠിക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ, അല്ലെ? നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ എടുത്താൽ പണ്ട് 10 പേര് 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ അതിൽ 9 പേര് നാട്ടിൽ തന്നെ കാണും, ഒരാൾ പണിക്ക് പോകും, അതായിരിക്കും അവിടെ നടക്കുന്നത്. ഇപ്പോൾ 10 പേര് 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവര് പുറത്തേക്ക് പോകാനുള്ള കോഴ്സ് നോക്കി പഠിക്കാൻ പോവാണ്, അല്ലെ? ഇപ്പോ മെഡിസിൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് പഠിക്കുന്നില്ല, നേരെ എവിടെ പോകും? നേരെ ചൈനയിലേക്കോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ അവർ പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ്, ഈ കുട്ടികളൊക്കെ ആശ്രയിക്കുന്നത് നേരെ ദുബായിൽ ഇറങ്ങുകയോ ഖത്തറിൽ ഇറങ്ങുകയോ അല്ലെങ്കിൽ അബുദാബി പോവുകയോ അവിടെ നിന്ന് നേരെ യൂറോപ്പിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു വിമാനം ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും കോസ്റ്റ് ലാഭിക്കുകയും അതുപോലെ തന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ വളരെ ചിലവ് ചുരുക്കി ചെയ്യാൻ എയർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയിൽ നമുക്കൊരു വിശ്വാസം വരികയാണ്, അല്ലെ? അതുപോലെ തന്നെ വെറുതെ ആർക്കോ വേണ്ടിയിട്ട് പണിയെടുക്കുന്നതല്ലാതെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ അവർക്ക് ഇനി സാധിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ക്യൂൻ ഓഫ് ദ സ്കൈസ് എന്ന് എല്ലാവരും വിശേഷിപ്പിച്ച ആ ഒരു 747 എന്ന് പറയുന്ന ആ ഒരു ജംബോ ജെറ്റ് വിമാനം പറന്നുയർന്നപ്പോൾ അത്
പ്രതീക്ഷകൾ അസ്തമിക്കുന്നതല്ല, പ്രതീക്ഷകളുടെ ഒരു തുടക്കമായി തന്നെ എയർ ഇന്ത്യക്ക് അത് നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ എല്ലാവരുടെയും പോലെ ഞാനും ആശംസിക്കുന്നു. എന്തായാലും ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.